ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ഓരോ തോട്ട്സും ഈ വലിയ യൂണിവേഴ്സിലേക്ക് ഒരു സിഗ്നൽ പോലെ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും പൂർണ്ണമായി ഒറ്റയ്ക്കല്ലെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ മൈൻഡിനും യൂണിവേഴ്സിനുമിടയിൽ കാണാൻ കഴിയാത്ത ഒരു കണക്ഷൻ ഉണ്ടാകാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സും യൂണിവേഴ്സും തമ്മിലുള്ള ബന്ധം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ മനസ്സ് ഒരു എനർജി സോഴ്സാണ്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാം എനർജിയാണ്. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വെളിച്ചം, അതുപോലെ മനുഷ്യൻ്റെ മൈൻഡും. നമ്മുടെ തോട്ട്സ് കാണാൻ കഴിയില്ല, പക്ഷേ അവ നമ്മളെ മാറ്റുന്നു. ഒരു പോസിറ്റീവ് തോട്ട് പോലും നമ്മുടെ മൂഡ് മാറ്റും. ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മുഴുവൻ ദിവസവും ഹെവിയാക്കും. അതായത് തോട്ട്സിന് പവറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വളരാൻ തുടങ്ങും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു സ്പെസിഫിക് തിങ് കുറച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കാണാൻ തുടങ്ങും. കാരണം മൈൻഡ് ഒരു ഫിൽറ്റർ പോലെയാണ്. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ, മനസ്സ് അതിനെ കൂടുതൽ നോട്ടീസ് ചെയ്യും. ഫിയറിൽ ഫോക്കസ് ചെയ്താൽ പ്രോബ്ലംസ് മാത്രം കാണും. ഹോപ്പിൽ ഫോക്കസ് ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും. ഒരുപക്ഷെ യൂണിവേഴ്സ് നമ്മൾ അയക്കുന്ന അറ്റൻഷനോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കാം. ഇൻറ്റ്യൂഷൻ യൂണിവേഴ്സിൻ്റെ സൈലൻ്റ് ലാംഗ്വേജ്. ചിലപ്പോൾ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സ് മുമ്പേ പറയാറില്ലേ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ്. അവിടെ പോകരുത്, ഈ ആളെ വിശ്വസിക്കരുത്, ഈ വഴി ശരിയാണ്. ഇത് ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ഡീപ്പർ മൈൻഡ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. യൂണിവേഴ്സ് ചിലപ്പോൾ വേർഡ്സ് ഉപയോഗിക്കില്ല, ഫീലിങ്സ് ഉപയോഗിക്കും. സൈലൻസിലാണ് കണക്ഷൻസ് കൂടുതൽ ശക്തമാവുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും നോയ്സിൽ ജീവിക്കുന്നു. ഫോൺസ്, നോട്ടിഫിക്കേഷൻസ്, സ്ട്രെസ്, ഓവർ തിങ്കിങ്. പക്ഷെ സൈലൻസിലിരിക്കുമ്പോൾ മൈൻഡ് കാമാകാൻ തുടങ്ങും. അപ്പോൾ ചില ആൻസേഴ്സ് നാച്ചുറലി വരും. അതുകൊണ്ടാണ് പല ആളുകളും മെഡിറ്റേഷൻ, നേച്ചർ, നൈറ്റ് സ്കൈ എന്നിവയിൽ പീസ് ഫീൽ ചെയ്യുന്നത്. കാരണം സൈലൻസ് മൈൻഡിനും യൂണിവേഴ്സിനും ഇടയിലെ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് യുവർ ഫ്രീക്വൻസി. നമ്മളില്ലാത്ത കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ലൈഫ് എംപ്റ്റി ആയി ഫീൽ ചെയ്യും. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡ് സ്ലോലി ഷിഫ്റ്റ് ആകും, പീസ് വർദ്ധിക്കും. അതോടെ നമ്മൾ കാണുന്ന ലോകവും മാറും. കാരണം മേ ബി യൂണിവേഴ്സിനെ മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നർ യൂണിവേഴ്സാണ് മാറേണ്ടത്. യൂണിവേഴ്സ് വളരെ ദൂരെയുള്ള ഒന്നല്ല. ഒരു പക്ഷേ അത് നിങ്ങളുടെ തോട്ട്സിലും ഫീലിങ്സിലും ഡ്രീംസിലും സൈലൻസിലും തന്നെ ഉണ്ടാകാം. നിങ്ങളുടെ മനസ്സ് ദിവസവും സിഗ്നൽസ് അയക്കുകയാണ്. ആൻഡ് മേ ബി ദ യൂണിവേഴ്സ് ഹാസ് ബീൻ ലിസണിങ് ഓൾ അലോങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യൂണിവേഴ്സ്, മാനിഫെസ്റ്റേഷൻ, എനർജി, സ്പിരിച്വൽ കണക്ഷൻ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ കാമിംഗ് വീഡിയോസ് ഇനി വരാനിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.